ഞാൻ നിസ്സഹായനാണ് കർത്താവേ, എന്നെ ആരെങ്കിലും ഒന്ന് കൈത്താങ്ങിയിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് ലിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ആമേൻ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കാനായിട്ട് പോകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം കർത്തൃമുഖത്തേക്ക് നോക്കുന്ന പ്രാർത്ഥനയോടെ ഈ ഷോർട്ട് മെസ്സേജ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. ഈ മെസ്സേജ് നിങ്ങളെ വളരെയധികം ആത്മാവിൽ ബലപ്പെടുത്തുന്നതോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും മടങ്ങി വരട്ടെ വിഷയത്തിലേക്ക്. ഞാൻ നിസ്സഹായനാണ്, ഈ വിഷയത്തിനകത്തുനിന്ന് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന ജീവിതത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? നിങ്ങളോട് കർത്താവ് സംസാരിക്കാൻ പോകുന്നു. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 38. അപ്പോൾ അവൻ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. ഹല്ലേലൂയ. നമുക്ക് ഈ ഭാഗം നല്ലവണ്ണം അറിയാം. തിമായുടെ മകനായ ബർത്തിമായി, തിമായുടെ മകനെന്ന അതിൻ്റെ അർത്ഥം. ആമേൻ. ആ എരിഹോവിൻ്റെ ആ തെരുവോരത്തിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആമേൻ ഒരിക്കലും ഇല്ലാത്തൊരു ജനക്കൂട്ടം അതുവഴി കടന്നു പോകുന്നത് കണ്ടിട്ട്, ഇതെന്താണ്, ഈ ജനക്കൂട്ടം എന്താണ്, ആരാണ് കടന്നു പോകുന്നത് എന്ന് ആമേൻ ബർത്തിമായി ചോദിക്കുമ്പോൾ അതിനകത്ത് ആരോ മനസ്സലിവുള്ള, ആരോ കരുണയുള്ള ഒരു മനുഷ്യൻ പറയുക, നസറായനായ യേശു കടന്നു പോകുന്നു. എന്താ പറഞ്ഞത്? നസറായനായ യേശു കടന്നു പോകുന്നു. ആമേ. ഇത് കേട്ട മാത്രയിൽ തന്നെ ആമേ ബർത്തിമായിക്ക് മനസ്സിലായി, ആമേ ഞാനിപ്പോൾ നിസ്സഹായനായിരിക്കുന്ന സ്ഥാനത്ത്, എന്നെ ആര് ലിഫ്റ്റ് ചെയ്യാനില്ലാതിരിക്കുന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ, എന്നെ കൈ പിടിച്ചുയർത്താനായിട്ട് ആരുമില്ലാതിരിക്കുന്ന ഈ സ്ഥാനത്ത് ആമേൻ എന്നെ സഹായിക്കുന്നവൻ കടന്നു വന്നിരിക്കുകയാ. കാരണം അവൻ നസറായനായിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ എനിക്ക് ആ യേശു ദാവീദ് പുത്രനാണ്. ദാവീദ് പുത്രൻ. ഹല്ലേലൂയ. അവൻ്റെ പുറം കണ്ണുകൾ അടഞ്ഞിരിക്കുവാണെങ്കിലും അവൻ്റെ ആത്മക്കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുകയാ. ആമേൻ. ദാവീദ് പുത്രൻ എന്നുള്ള വെളിപ്പാട് കിട്ടിയവൻ്റെ മുമ്പിൽ മിണ്ടാതിരിയടാ, മിണ്ടാതിരിയടാ എന്നുള്ള ആക്രോശിക്കുന്ന ശബ്ദമാ കേൾക്കാനിടയായി തീർന്നത്. അവർക്ക് മിണ്ടാതിരിക്കാൻ, ആക്രോശിക്കാൻ ഒരു കുഴപ്പവുമില്ല. കാരണം അവരുടെ കണ്ണുകളെല്ലാം കാണുന്നതാ. പക്ഷെ ഇവൻ്റെ വിഷയം ഇവന് മാത്രമേ അറിയത്തുള്ളൂ. അവനറിയാം, ഇന്നെനിക്കൊരു ദൈവപ്രവൃത്തി നടന്നില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇനി ഒരിക്കലും ഒരു വിടുതൽ കാണത്തില്ല. അടിച്ചമർത്തലുകൾ വർദ്ധിച്ചു വന്നപ്പോഴും ആമേൻ അവനെ മാറ്റി നിർത്തി പിടിച്ചമർത്തിയപ്പോഴും ദാവീദ് പുത്ര എന്നുള്ള ശബ്ദം അവൻ നിർത്തിയില്ല. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന് ഏറ്റവും അധികം നിലവിളിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. അധികം നിലവിളി ഫലിച്ചു കേട്ടോ. ആമേൻ. പ്രിയ ദൈവത്തിലെ നിന്റെ പ്രാർത്ഥനാ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ, നിന്റെ ആരാധനയെ കെടുത്തിക്കളയുവാൻ ഇതുപോലെ ചില മുന്നടക്കുന്നവർ ഒരുപക്ഷെ കണ്ടെന്നിരിക്കുക. അവരുടെ വാക്കുകൾ കേട്ട് നീ ആരാധന സ്റ്റോപ്പ് ചെയ്താൽ, നീ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്താൽ, ഒരു ദൈവപ്രവൃത്തിയുടെ സമയത്തിന് മുമ്പിലാണ് നീ വന്നു നിൽക്കുന്നത് തിരിച്ചറിയാതെ ആമേൻ അത് സ്റ്റോപ്പ് ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷേ ആ അടിച്ചമർത്തലുകളെയും നിനക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കി മാറ്റി, മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഇന്ധനമാക്കി മാറ്റി, ദാവീദ് പുത്ര കരുണ തോന്നണമെന്ന് അധികം നിലവിളിക്കാൻ തയ്യാറായ ഒരു ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. മുന്നടക്കുന്നവരോട് തന്നെ പറയും, അവനെ ശാസിച്ചവരോട് തന്നെ പറയും, വിളിപ്പീൻ, അവനെ വിളിപ്പീൻ. വചനം പറയുന്നവൻ പുതപ്പിട്ടുകൊണ്ട്, സമൂഹം അവന് നൽകിയ പുതപ്പ്, ഗവൺമെൻറ് നൽകിയ ലൈസൻസ് പോലുള്ള ഒരു പുതപ്പ്, ആ പുതപ്പുണ്ടെങ്കിൽ എവിടെയും എന്തും നടക്കും. ഹാലിൽ അവന് വേണ്ടുന്നതെല്ലാം ആ പുതപ്പിലൂടെ ലഭിക്കും. പക്ഷെ ആ പുതപ്പ് അവൻ ഇട്ട് കളഞ്ഞു. കാരണം യേശു വിളിക്കുന്നെന്ന് പറഞ്ഞാൽ, യേശു എന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ വിഷയത്തിനകത്ത് വിടുതലായെന്ന. അവൻ്റെ ആശ്രയമായിരുന്ന പുതപ്പ്, അവൻ്റെ അതുവരെയുള്ള പ്രതീക്ഷയായിരുന്ന പുതപ്പ്, അവൻ്റെ എല്ലാമായിരുന്ന പുതപ്പ് അവൻ ഇട്ടും കളഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു എന്ന്. യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, കാഴ്ച പ്രാപിക്ക എന്നുള്ള വചനത്തിന് മുമ്പിൽ അടുത്ത നിമിഷം അവൻ കാഴ്ച പ്രാപിച്ചു. ക്ഷണത്തിൽ, 43-ാം വാക്യം, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു കേട്ടോ. 3 കാര്യം.
ഒന്ന്, ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ക്ഷണത്തിൽ, വർഷങ്ങളെ കാലപ്പഴക്കമുള്ള വിഷയമാണ് കേട്ടോ. ക്ഷണത്തിൽ. 2, ദൈവത്തെ മഹത്വീകരിച്ചു. 3, അവനെ അനുഗമിച്ചു. യേശുവിനെ ഇത് 3 നമ്മുടെ ലൈഫിൽ നടക്കണം കേട്ടോ. കർത്താവ് നിങ്ങൾക്കൊരു വിടുതൽ നൽകുന്നോ? ക്ഷണത്തിലാകട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്തണം, അനുഗമിക്കണം. ജനമെല്ലാം പുകഴ്ച കൊടുക്കുവാൻ കാരണമായി മാറി. അതേ പ്രിയ ദൈവമക്കളെ, ആ വന്ന വിഷയം, ആ വന്ന പ്രതികൂലം, ആ വന്ന പ്രതിസന്ധി അനേകർ ദൈവത്തിന് പുകഴ്ച കൊടുക്കാൻ കാരണമായെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന സങ്കീർണമായ വിഷയമുണ്ടല്ലോ, കളിയാക്കിയവർ തന്നെ, അടിച്ചമർത്തിയവർ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുള്ള സാക്ഷ്യമായി മാറാൻ പോവുക. നിന്റെ അധരങ്ങളിലൂടെ ദൈവവൈദ്യലെ ആ സാക്ഷ്യം നീ ചിലരോട് പറയാനായിട്ട് പോവുക. ആ ദൈവവരങ്ങളിൽ ഈ പ്രഭാതത്തിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ആഴമേറി ദൈവശബ്ദം ഞങ്ങൾ ഹൃദയംഗമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഇതുപോലൊരു ദൈവപ്രവൃത്തി കൊതിക്കുന്നവരാണ് ഇപ്പോൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. ദൈവനാമ മഹത്വം എടുക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.